ഷാമൻ ഒടുവിൽ ഇ.പി. ജയരാജൻ തൻ്റെ ഭീഷ്മ ശപഥം പിൻവലിച്ചു. ഇ.പി. ഇനി ഇൻഡിഗോ വിമാനത്തിൽ കയറും. ഇൻഡിഗോ വിമാനത്തിൽ ഇ.പി. ഒരു ഘട്ടത്തിൽ കയറില്ലായിരുന്നു. ഇൻഡിഗോ വിമാനക്കാർ വേണമെങ്കിൽ എന്നോട് മാപ്പ് പറയട്ടെ എന്നായിരുന്നു ഇ.പി. ജയരാജന്റെ ആ നിലപാടെന്ന് പറയുന്നത്. അത് ഭയങ്കര കോമഡി ആയിരുന്നു. ആ സമയത്ത് ഭയങ്കരമായിട്ട് ഇ.പി. ജയരാജൻ ട്രോൾ ചെയ്യപ്പെട്ടു. ഇൻഡിഗോ വിമാനത്തിൽ കയറുന്നതേ ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഇ.പി. അങ്ങനെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, എനിക്കറിയില്ല. അല്ലല്ലേ? അദ്ദേഹം സാധാരണ ട്രെയിനിലാണ് ഞാൻ പോകാറുള്ളത്. പക്ഷെ ഇത്തവണ അന്ന് കയറിയപ്പോൾ പുള്ളി പറഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നു. സാധാരണ ഞാൻ ട്രെയിനിലാണ് പോകാറുള്ളത്, പക്ഷെ ഇത്തവണ എനിക്ക് വിമാനത്തെ ആശ്രയിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഞാൻ വിമാനത്തിൽ കയറി. ആ വിമാനത്തിൽ വെച്ച് വധശ്രമം ഉണ്ടായി എനിക്ക് നേരെ എന്നാണ് ഇ.പി. ജയരാജൻ പറഞ്ഞത്. പോരാത്തതിന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി അടക്കം അപമാനിച്ചു. ഈ ഇൻഡിഗോയ്ക്കകത്ത് മുദ്രാവാക്യം വിളിച്ച 2 പേരെ പിന്നീട് തീവ്രവാദികളാക്കാനുള്ള ശ്രമം നടത്തി. അവരുടെ പേര് മുസ്ലിം പേരായതുകൊണ്ട് മാത്രം. അതൊക്കെ ഇവിടുത്തെ CPM-ന്റെ പണിയാണ്. അങ്ങനെ നടത്തി അവസാനം ഇ.പി. ജയരാജൻ എല്ലാ തെളിവുകളും തനിക്കെതിരായപ്പോൾ ഭീഷ്മ ശപഥമെടുത്തു. ഇനി ഞാൻ ഇൻഡിഗോ വിമാനത്തിൽ കയറുന്നില്ല എന്ന് പറഞ്ഞു. ആ ശപഥം ഇന്ന് അദ്ദേഹം പിൻവലിച്ചിരിക്കുകയാണ്. യെച്ചൂരിയുടെ മൃതദേഹം കാണാനാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഇൻഡിഗോയിൽ കയറി പോകാനായിട്ട് പോവുകയാണ് എന്ന് പറയും. എന്താണ് തോന്നുന്നത്? പോയി അവിടെ ദില്ലിയിൽ എത്തുകയും ചെയ്തു. ഇൻഡിഗോയിലാണ് പോയിരിക്കുന്നത്. 2022 ഇ.പി. ജയരാജൻ, ഇന്നത്തെ LDF കൺവീനറായിട്ടുള്ള ഇ.പി. ജയരാജൻ ഇൻഡിഗോയോട് പിണങ്ങുന്നത്. ഇൻഡിഗോ കമ്പനി വളരെ മോശം കമ്പനിയാണ്, നിലവാരമില്ലാത്ത കമ്പനിയാണെന്ന് ഇ.പി. ജയരാജൻ പറഞ്ഞു. അവരുടെ സർവീസ് മോശമാണെന്ന് പറഞ്ഞു. ഇനി മേലിൽ ഇൻഡിഗോ വിമാനത്തിൽ താൻ കയറില്ല. താൻ ഇൻഡിഗോ വിമാനത്തിൽ കയറണമെങ്കിൽ ഈ തെറ്റ് സമ്മതിച്ച് നിരുപാധികം തന്നോട് ഇൻഡിഗോ കമ്പനി മാപ്പ് പറയണം എന്നാണ് പറഞ്ഞത്. ഇൻഡിഗോ മാപ്പ് പറയാൻ തയ്യാറായില്ല. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് 2022 മുഖ്യമന്ത്രിക്കൊപ്പം ഇ.പി. ജയരാജൻ സഞ്ചരിക്കവേ അന്നത്തെ ചില ആരോപണങ്ങളുടെ പേരിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ 2 പ്രവർത്തകർ വിമാനത്തിനുള്ളിൽ കയറി സീറ്റിൽ എഴുന്നേറ്റ് വന്നുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു. ഇത് കണ്ട് കോപാകുലനായ ഇ.പി. ജയരാജൻ അവരെ പിടിച്ചു തള്ളി, ചാടി എഴുന്നേൽക്കുകയും രണ്ടുപേരെ പിടിച്ച് തള്ളുകയും ഈ തള്ളുകൊണ്ടവർ പുറകോട്ട് വീഴുകയും ചെയ്തു. ഈ സംഭവത്തിൽ വിമാനത്തിനുള്ളിൽ അക്രമം നടത്തിയതിന് ഇ.പി. ജയരാജന് 3 ആഴ്ചത്തെ വിലക്കും ഈ മുദ്രാവാക്യം വിളിച്ചതിന് 2 ആഴ്ചത്തെ വിലക്കും യൂത്ത് കോൺഗ്രസുകാർക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു ഇൻഡിഗോ കമ്പനി. അപ്പൊ അക്രമം ഉണ്ടാക്കാൻ ശ്രമിച്ചവർക്ക് 2 ആഴ്ചത്തെ വിലക്കും അത് തടയാൻ ശ്രമിച്ച രക്ഷാപ്രവർത്തനം നടത്തിയ തനിക്ക് 3 ആഴ്ചത്തെ വിലക്കും ഏർപ്പെടുത്തിയതിലാണ് ഇ.പി. ജയരാജൻ അന്ന് കോപാകുലനായി ഈ ശപഥം സ്വീകരിച്ചത്. മുഖ്യമന്ത്രിയെ ആക്രമിക്കാനാണ് അവർ എത്തിയത് എന്നാണ് ഇ.പി. ജയരാജന്റെ വാദം ഉണ്ടായിരുന്നത്. മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷിക്കാനാണ് താൻ ശ്രമിച്ചതെന്നും ഇ.പി. ജയരാജൻ അന്ന് വാദിക്കുകയുണ്ടായി. ഇപ്പോഴത്തെ സാഹചര്യം, അന്നത്തെ സാഹചര്യം, പിണറായി എന്ന് പറയുന്നത് ഇ.പി. ജയരാജൻ ദൈവത്തെ പോലെ കണ്ടിരുന്ന ഒരാളാണെങ്കിൽ ഇന്നത്തെ ഇ.പി. ജയരാജൻ പിണറായിയെ ഒരു പിന്നിൽ നിന്ന് കുത്തുന്ന പിണറായിയുടെ കട്ടപ്പ പിണറായിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കുലംകുത്തിയാണ് പിണറായി. ഇ.പി. ജയരാജന്റെ മുന്നിൽ പിണറായിയും എം.വി. ഗോവിന്ദനും കുലംകുത്തികളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ആ രീതിയിൽ ഇപ്പോൾ പ്രതികരിക്കുന്നത്. ഇപ്പൊ ഇന്നിപ്പോ അദ്ദേഹം ഇൻഡിഗോയിൽ കയറി അവിടേക്ക് പോയി. ഇതിന് യഥാർത്ഥത്തിൽ നഷ്ടം സംഭവിച്ചത് മുഴുവൻ ഇ.പി. ജയരാജനാണ്. 2022 മുതൽ 2023 വരെയും കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സർവീസ് നടത്തിയിരുന്ന ഏക വിമാന കമ്പനി ഈ ഇൻഡിഗോയാണ്. വേറൊരു വിമാന കമ്പനി 2022-23 കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. ഇപ്പോഴാണ് 23 ശേഷമാണ് എയർ ഇന്ത്യ അവിടെ സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. 23 എയർ ഇന്ത്യ വന്ന ശേഷമാണ് എയർ ഇന്ത്യയുടെ വിമാനത്തിൽ കയറി ഇ.പി. ഇവിടെ തിരുവനന്തപുരത്തേക്ക് വരാനും തുടങ്ങിയത്. അതുവരെയും അദ്ദേഹം സ്വീകരിച്ചത് ട്രെയിനായിരുന്നു. ട്രെയിൻ മാർഗമാണ് അദ്ദേഹം എപ്പോഴും സ്വീകരിച്ചത്. ഇൻഡിഗോയോട് വിമുഖത കാണിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ യെച്ചൂരിയെ കാണുവാൻ വേണ്ടി അദ്ദേഹം ദില്ലിയിലേക്ക് പോയിരുന്നു. ദില്ലിയിലെത്തിയ അദ്ദേഹത്തെ മാധ്യമങ്ങൾ ഇത് ചോദിച്ച് മൈക്ക് വെച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, തനിക്ക് എല്ലാത്തിലും വലുത് യെച്ചൂരിയാണ്, പിണക്കത്തെക്കാൾ വലുത് യെച്ചൂരിയാണ്. അതുകൊണ്ട് തനിക്ക് ഇക്കാര്യത്തിൽ ഇൻഡിഗോ ബഹിഷ്കരിക്കാൻ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ആ കമ്പനി എടുത്ത നിലപാട് തികച്ചും തെറ്റായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്റെ മുന്നിലുള്ള വിഷയം അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നേതാവാണ് മരിച്ചത്. ഈ ഘട്ടത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം ഞാൻ നൽകുന്നത് അദ്ദേഹത്തെ കാണുന്നതിനാണ്. ഇതാണ് ഇ.പി. ജയരാജന്റെ ഈ പറയുന്ന ഉഗ്ര ശബ്ദം മുറിക്കാനുള്ള കാരണമായി പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണ്.
അപ്പോൾ ഈ കൺവീനർ സ്ഥാനമൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ ഈ പിണറായിയുടെ ഉള്ള നിസാര പിണറായിയുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന തനിക്കിട്ട് തന്നെ ഒരു കുത്താണ് എന്ന് ഇ പി ജയരാജന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇ പി ജയരാജനെ എല്ലാ രീതിയിലും ഇവർ കൈകാര്യം ചെയ്തു കഴിഞ്ഞു. ഇ പി ജയരാജന് എനിക്ക് തോന്നുന്നു ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ ഇ പി ജയരാജൻ BJP-യിലേക്ക് പോകാൻ സന്നദ്ധനായിരുന്നു എന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് എന്റെ ഒരു വിശ്വാസത്തിൽ ഏതാണ്ട് 90% ശരിയായിരുന്നു. അത് സത്യമായിരുന്നു, അത് കള്ളമല്ലായിരുന്നു, അത് പരമസത്യമായിരുന്നു. ജയരാജൻ ഒരു കോള് വന്നു അവിടെ ഇരുന്നപ്പോ, അത് പിണറായിയുടെ കോളാണെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോ മനസ്സിലായത്. പിണറായിയുടെ ജയരാജൻ പോയി കഴിഞ്ഞാൽ വലിയ കോളൊക്കെ ഉണ്ടാവില്ലേ, CPM-നകത്തും CPM-ന് പുറത്തും കോൺഗ്രസ് ആയുധമാക്കും. പോരാത്ത കഴിഞ്ഞ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് നിൽക്കുന്ന ആ സാഹചര്യം എന്തൊരു വിഷയമാകുമായിരുന്നു. അപ്പോ ശോഭാ സുരേന്ദ്രന്റെ വാക്കുകൾ വളരെ ക്ലിയർ ആയിരുന്നു, ക്ലാരിറ്റി ഉള്ള വാക്കുകളായിരുന്നു. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് അന്ന് കൃത്യമായിട്ട് ഡൽഹിയിൽ വെച്ച് എനിക്ക് ജയരാജൻ വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ജയരാജൻ വരാൻ തയ്യാറായി. ജയരാജൻ വന്നു, ജയരാജൻ സംസാരിച്ചു. ഞാൻ എന്ത് ചെയ്തു, ജയരാജനോട് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു, എന്റെ അടുത്ത് ഇരിക്കണം എന്ന് വരെ പറഞ്ഞു എന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, ജയരാജൻ തയ്യാറായി. എന്നിട്ട് ജയരാജൻ പിന്നീട് ഒരു ഫോൺ വന്നു, പുറത്ത് പോയ ജയരാജൻ വിറച്ചുകൊണ്ടാണ് അകത്ത് കയറി വന്നതെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. ശരി, വിറച്ചുകൊണ്ട് കയറി വന്നു. എന്നിട്ട് ജയരാജൻ പറഞ്ഞു, ഞാൻ ഇത് ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. ഇന്നോവ വരുമെന്ന് പറഞ്ഞാണ്. അതല്ലാതെ ചിലപ്പോ പറയാൻ പറ്റൂല. മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ചൊരു ഇന്നോവ താങ്കളെ തേടി വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കേസ് കുത്തിപ്പോക്കുമെന്ന് പറഞ്ഞാണ്. ഇദ്ദേഹത്തിന്റെ പാർട്ടി കുടുംബങ്ങളാണല്ലോ ഇല്ലേ, ചുറ്റും കിടക്കുന്ന എല്ലാം പാർട്ടി കുടുംബങ്ങളാണല്ലോ. കുടുംബത്തെ അപ്പാടെ മുച്ചൂടും മുടിച്ചു കളയുമെന്ന് പിണറായി പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ട് ഭയപ്പെടാനുള്ള പ്രായമൊക്കെ ജയരാജൻ ആയിക്കഴിഞ്ഞു. പഴയ ജയരാജനൊന്നും അല്ലല്ലോ. പഴയ ജയരാജന് കുറച്ചുകൂടെ ധൈര്യം ഉണ്ടായിരുന്നു, കുറച്ചുകൂടെ ഒരു സ്ട്രോങ് ആയിട്ട് പ്രതികരിക്കാൻ ശേഷിയുള്ള ഈ മൂവർ സംഘം ഉണ്ടല്ലോ ജയരാജന്മാർ. ഈ മൂവർ സംഘം ജയരാജനിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പോലെ ധൈര്യം ഒക്കെ കാണിക്കും എന്ന് കരുതപ്പെട്ടിരുന്ന ഒരാൾ പി ആണ്. പി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഇ പി ആണ് കരുതാറുണ്ടായിരുന്നത്. ഈ പി ഒരു ഏറുപടക്കമാണെന്ന് പി കുറച്ചൊക്കെ ഏറുപടക്കമാണ്, കുറച്ച് ടെററാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ടെററൊക്കെയാണ് സാധാരണക്കാരനുകളിൽ ഉണ്ട്. ആണോ? ഇവിടെ CBI കേസ് അന്വേഷിക്കാൻ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത് ഏറ്റവും മണ്ടൻ മറ്റേ ശുംഭൻ ജയരാജൻ. അത് പിന്നെ അഫ്ഗാനിസ്ഥാനിൽ കൂടെ ഫ്ലൈറ്റ് വരെ പുള്ളി തലയിട്ടുള്ളത്. പുള്ളി എവിടെ ഇപ്പൊ? പുള്ളി കുറച്ചു മുമ്പ് പി ശശിയുടെ സ്ഥാനത്തിൽ നിന്ന് പുള്ളിയായിരുന്നു കുറെ കാലം. അതെ അതെ, അതിനുശേഷമാണ് പി ശശി കയറി വരുന്നത്. അപ്പോഴേ മനസ്സിലായി പിണറായിക്ക് ഇത് ഇരുത്തിയാ ശരിയാവും, പിയെ വിളിക്കാം, ശശിയെ വിളിക്കാന്ന്. അല്ലെ, കുറെ കൂടെ കുശാഗ്ര ബുദ്ധിയുള്ളത് പി ശശി. അല്ല, എപ്പോഴും പി ശശിയെ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. ഈ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അയാൾ വരാറില്ല. അയാൾ ഒരു വലിയ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അയാളെ വലുതായിട്ട് കാണാറില്ല. മുഖ്യമന്ത്രിയുടെ ഒരു ഇതായിട്ട് അയാൾ മുഖ്യമന്ത്രി മുൻനിർത്തി തലശ്ശേരിയിലും മത്സരിക്കാനുള്ള. അതെ, പക്ഷെ MP അങ്ങനെയല്ല. MP ജയരാജൻ എന്ന് പറഞ്ഞാലും എന്ത് വിഷയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരും. അല്ല, MP ജയരാജൻ കുറെ കൂടെ ശുദ്ധനാണെന്നേ. അതാണ് ശുദ്ധൻ ദുഷ്ടന്റെ ഗുണം ചെയ്യും. അത് പിണറായി. അതെ, അദ്ദേഹം അതുകൊണ്ടാണ് BJP-യിലേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചത്. അദ്ദേഹം ശുദ്ധനായിട്ടുള്ള ഇതിനകത്തൊരു അവസരം, അതായത് നോക്കുമ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആവേണ്ടത് M.V. ഗോവിന്ദനേക്കാൾ മുന്നേ ഈ EP ആണ്. EP ജയരാജനാണ് ഈ ജയരാജൻ സംഘത്തിലെ ഏറ്റവും സീനിയർ EP ആണ് ജയരാജൻ സംഘങ്ങളിൽ. അപ്പൊ അതിനകത്ത് EP ആണ് ഒന്ന്, പിന്നെ പിന്നെയാണ് MV വരുന്നത്. അത് കഴിഞ്ഞിട്ടേ MV ഉള്ളൂ. ഇവര് മൂന്നിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് EP ആണ്, ഈ മൂന്നാമത്തെ എണ്ണത്തിൽ. അപ്പൊ അദ്ദേഹത്തിനെ സംസ്ഥാന സെക്രട്ടറി ആക്കാതെ M.V. ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറി ആക്കിയത് മുതലേ ഈ പാർട്ടിയുമായിട്ട് ഈ പാർട്ടിയുടെ ട്രാക്കിലല്ല EP ഓടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന പോലെ BJP-യിലൊക്കെ പോകാൻ ഇത് പറഞ്ഞത്. ഇപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാ കാലത്തും ഒരു തീരുമാനത്തിൽ തന്നെ നിൽക്കാൻ സാധിക്കില്ല, ചില ഘട്ടങ്ങളിൽ തീരുമാനങ്ങൾ മാറ്റേണ്ടി വരും. ഇത് കൊള്ളിച്ചുള്ള പറച്ചിലാണ്. എല്ലാ കാലത്തും ഒരു തീരുമാനത്തിൽ നിൽക്കാൻ സാധിക്കില്ല, അതായത് എല്ലാ കാലത്തും ഞാൻ ഈ പാർട്ടിയുടെ ഭാഗമായിരിക്കും എന്ന് പറഞ്ഞ EP ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. മാധ്യമങ്ങൾ ചോദിച്ചു, താങ്കൾ BJP-യിലേക്ക് പോകുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ എല്ലാ കാലത്തും ഈ പാർട്ടിയുടെ ഭാഗമായി തന്നെ നിൽക്കുമെന്നാണ്. അതിനോടുകൂടിയുള്ള ഉത്തരവായിട്ടാണ് ഉള്ള രീതിയിലാണ് ഇന്ത്യയുടെ വിഷയത്തെ നമ്മൾ കാണേണ്ടത്. അതായത് എല്ലാ കാലത്തും ഒരു തീരുമാനത്തിൽ തന്നെ നിൽക്കാൻ സാധിക്കില്ല, ചില ഘട്ടങ്ങളിൽ തീരുമാനങ്ങൾ മാറ്റേണ്ടി വരും. അതായത് തീരുമാനം മാറ്റിയ EP BJP-യിലേക്ക് വരുമോ വരത്തില്ലയോ എന്ന് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കണ്ടറിയാം.